ഇരിങ്ങോൾക്കാവിൻ്റെ ഐതിഹ്യം വളരെ രസകരമാണ്. അസുര രാജാവായ കംസൻ ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനാൽ വധിക്കപ്പെടും എന്നറിഞ്ഞപ്പോൾ ഗർഭിണിയായ ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിലടച്ചു. 8ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ചിരുന്ന കംസൻ പക്ഷേ ഒരു പെൺകുഞ്ഞിനെയാണ് കണ്ടത്. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കുമുണ്ടായ പെൺകുഞ്ഞുമായും കൈമാറിയിരുന്നു. പെൺകുഞ്ഞാണെന്നറിഞ്ഞിട്ടും കംസൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും തെന്നിമാറി ആകാശത്തിലേക്ക് ഉയർന്നു. ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം ആദ്യം വീണ സ്ഥലത്ത് ഭഗവതി വസിക്കാൻ വന്നു എന്ന വിശ്വാസത്തിനാൽ ഇരുന്നോൾ എന്ന പേര് ലഭിച്ചു. ഇരുന്നോൾ കാലക്രമത്തിൽ ഇരിങ്ങോൾ എന്നായി മാറി.